ഈ സർക്കാർ ഇവിടുത്തെ കേരള സർക്കാർ ചെയ്യുമെന്ന് എനിക്കൊരു യാതൊരു വിശ്വാസമില്ല. വളരെ ദയനീയമായ സ്ഥിതി നമ്മുടെ ഈ കേരളത്തിൽ. ഇത്രയും ഭരണങ്ങൾ മാറി മാറി വെച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് യാതൊരു ഒരു മുൻവിധി കാണുന്നില്ല. രാത്രി ശരിക്കും ഉറങ്ങുന്നത് ഈ മഴക്കാരും ഇതും വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ശരിക്കും തീയായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഞങ്ങളവിടെ സന്ദർശിച്ചത് ഇതാണ്, ഈ ബോട്ട് കൊണ്ടുപോയിട്ട് ബോട്ടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് കിടന്നുറങ്ങണം? നമ്മൾ ഒരേ ദിവസവും സ്വപ്നം കാണാൻ എന്ന് ശരിക്കും പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം തകർന്നു എന്നുള്ള സ്വപ്നത്തിലൂടെയാണ് നമ്മൾ പോണത്. എണീക്കൽ വരെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഇത്രയൊക്കെ ഒരു അപകടപരമായിട്ട് മുന്നറിയിപ്പ് ഉണ്ടായിട്ട് നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മറ്റുള്ള ചത്തോടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ജനങ്ങൾ വെറുതെ വിടൂല. കുഞ്ഞു വരെ പേടിച്ചിട്ടാണ് ഓരോ ദിവസവും രാത്രി ചോദിക്കുന്നത്. രാവിലെ നമ്മൾ കാണുമോ? അത് നമ്മുടെ ഒരു മനസ്സിനകത്തൊരു ഭയങ്കര വിഷയമാണ്. ഡീകമ്മീഷൻ ചെയ്യണം. ഇപ്പൊ തമിഴ്നാട് വെള്ളം കിട്ടിയാൽ മതിയല്ലേ, സെപ്പറേറ്റ് അണക്കെട്ട് വെച്ചിട്ട് അവർക്ക് കൊടുക്കാമല്ലോ. അതുപോലെയായിട്ട് സർക്കാർ ചെയ്തില്ല, ഒട്ടും പ്രതീക്ഷയില്ല. ചേട്ടാ, കൊച്ചി നിവാസി എന്നുള്ള നിലയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചേട്ടൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്? വളരെ ദയനീയമായ സ്ഥിതി നമ്മുടെ ഈ കേരളത്തിൽ. ഇത്രയും ഭരണങ്ങൾ മാറി മാറി വെച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് യാതൊരു ഒരു മുൻവിധി കാണുന്നില്ല. നമ്മൾ ഭയമാണ് ഇപ്പോൾ എപ്പോ പൊട്ടിത്തെറിക്കണമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് കണ്ടാലോ, നമ്മള് ഈ അടുത്തിടെ നമ്മുടെ വയനാട് ദുരന്തം വലിയ മാതൃകയാണ്. നമ്മൾ കാണണേണ് എന്തൊക്കെ സംഭവിക്കുന്നത്. ഏത് നിമിഷം നമ്മളൊക്കെ ഭയന്നാണോ കൊച്ചി ഈ തീരദേശ പ്രദേശം എന്നുള്ള നിലയിൽ ജീവിക്കുന്നത്? ഭയന്നാണോ? തീർച്ചയായും. ഈ ഒരു സന്ദർഭത്തില് സർക്കാരിനോട് ചേട്ടന് പറയാനുള്ള കാര്യം എന്താണ്? എത്രയും പെട്ടെന്ന് ഒന്ന് ഡീകമ്മീഷൻ ചെയ്യണം, അതാണ് ആഗ്രഹിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വർഷങ്ങളോളം ആയിട്ടുള്ള ആശങ്കയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവൻ എടുക്കുമെന്നുള്ളൊരു ഉറപ്പായിട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 ജില്ല വെള്ളത്തിലാവും, 30 ലക്ഷം ആൾക്കാർ മരിക്കും. അപ്പൊ സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ ഇതൊന്ന് ശ്രദ്ധിക്കുക. ശരിക്കും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം തീർക്കാന്നുള്ളൂ. തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും സംസാരിച്ചല്ലേ കേന്ദ്രത്തിന് ഇടപെടുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി സാറ് പറഞ്ഞ പോലെ ഹൈടെക് രീതിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡീകമ്മീഷൻ ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ മതി. ഇത്ര 30 ലക്ഷം ആൾക്കാരെ രക്ഷിക്കാം. അത് മാത്രം പറയാനുള്ളൂ സർക്കാരിനോട്. പ്രതീക്ഷയുണ്ടോ ഈ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഡീകമ്മീഷൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അതുപോലെയായിട്ട് സർക്കാർ ചെയ്തില്ല, ഒട്ടും പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല. അപ്പൊ ജീവനിൽ ഭയന്ന് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അതെ. നമുക്കിപ്പോ മൊബൈലിൽ കൂടെ പല വീഡിയോകളും വന്നിട്ടുണ്ട്. ഇതേത് നമ്മൾ വിശ്വസിച്ചിട്ട് പറയാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇതിപ്പോ 7 ദിവസം മുമ്പേ കേന്ദ്രത്തിന്റെ ഒരു കമ്മീഷൻ ചർച്ച കൊടുത്തതാണ്. അവര് മറ്റേ ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ്. അതേപോലെ തന്നെ അവരുടെ ഒരു ഫോഴ്സിനെ അഴച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതിപ്പോ എന്ത് വിശ്വസിക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റായ രീതിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോ വളരെ ഭയപ്പാടോടുകൂടിയിട്ടാണോ ഉള്ള ജീവിതം? ഭയപ്പാട് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കേസിലൊക്കെ നമുക്ക് ഒരുപാട് ഭയപ്പാടുണ്ട്. കാരണം ഇതിപ്പോ വർഷങ്ങൾ ഒരുപാടായില്ലേ. 50 വർഷം ഗ്യാരണ്ടി പറഞ്ഞത് 128 വർഷം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പൊ 78 വർഷം എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമായി നമുക്ക് കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് 78 വർഷങ്ങളായി ഇപ്പൊ. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നമുക്കൊരു ഇതായിട്ട് കണക്കൂട്ടാനില്ല. കാരണം അത്രയും വർഷങ്ങൾ എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനൊരു കാലാവധി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു ഗുളിക, ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗുളിക, അത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാല് നമുക്കത് വേറെ സൈഡ് എഫക്ട് വരും. അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ 78 വർഷം വരെ ഇപ്പൊ ഗ്യാരണ്ടി കഴിഞ്ഞിട്ട് 78 വർഷമായി. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് കിടന്നുറങ്ങണം? നമ്മൾ ഒരേ ദിവസവും സ്വപ്നം കാണാൻ എന്ന് ശരിക്കും പറഞ്ഞു.
മുല്ലപ്പെരിയാർ ഡാം തകർന്നു എന്നുള്ള സ്വപ്നത്തിലൂടെയാണ് നമ്മൾ പോണത്. എണീക്കൽ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരേ വാർത്ത ഇതാണ്. ഇനിയിപ്പോ ഇത്രയും വലിയൊരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഇപ്പുറത്ത് നമുക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സമാനായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇതില് നമ്മള് ശരിക്കും വളരെയേറെ ഇതായാലും കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റിനോട് അതിന് ഒരു വലിയ ഇതുണ്ടാക്കി എത്രയും പെട്ടെന്ന് ചേട്ടാ ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പൊ കേരള ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ ഇതിനൊരു നടപടിക്രമം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സുപ്രീം കോടതിയിലാണ്. തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിലുള്ള ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലാണ്. പക്ഷെ ഇതിന് പ്രതികരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് പ്രതികരിച്ച് മുന്നിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇതിനൊരു അർത്ഥം കാണും ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെയുള്ള ഞാൻ പറയട്ടെ, ഇത്രയും ഈ 3.5 കോടി ജനം കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ നമ്മള് ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഗവൺമെന്റിന് നമ്മുടെ സൃഷ്ടിക്ക് എടുക്കുമ്പോ അവർക്ക് ഇവിടുത്തെ ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് ഇത്ര അപകടം, ഇത്ര ലക്ഷക്കണക്കിന് ജനം ആ ഒരു അപകടത്തിൽ കൂടെ മരിച്ച് പോകും. അതേപോലെ തന്നെ അല്ലാതെ തന്നെ നമ്മളിപ്പോ ഈ 6 ജില്ലകൾ പറയണ മാത്രമല്ലല്ലോ, അതിന്റെ സൈഡ് എഫക്ട് നമ്മുടെ കേരളത്തിന് സൗത്ത് ഇന്ത്യ മൊത്തത്തിലുണ്ടാവും. ഈ കണ്ട മൃഗങ്ങളും മനുഷ്യരും ഇതൊക്കെ കൂടി. ഈ സർക്കാരിൽ വിശ്വാസം ഉണ്ടോ ചേട്ടന്? ഈ സർക്കാരിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിത് പറയാൻ കാരണം. ഈ സർക്കാരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ തന്നെ 8 വർഷം കഴിഞ്ഞ് നമ്മുടെ ഈ സർക്കാർ കയറിയിട്ട് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനവും ഈ ഗവൺമെന്റിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരു രീതിയിലും. കാരണം നമുക്ക് ഇവിടെ ഈ കാലാവസ്ഥ അടിസ്ഥാനം പറയുകയാണെങ്കിൽ ഈ അപകടങ്ങളും ദുരന്തങ്ങളും ഇല്ലാത്ത സമയങ്ങളില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരേ ദുരന്തങ്ങളും ഒരേ ദിവസങ്ങളിലും ഒരേ ദുരന്തങ്ങൾ കേട്ടിട്ട് നമുക്ക് മനസ്സമാനായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ജനം, ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളും ഇന്ന് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളവിടെ സന്ദർശിച്ചൊരു ഇതാണ്. ഈ ബോട്ട് കൊണ്ടുപോയിട്ട് ബോട്ടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ ലീക്കൊക്കെ ഞാൻ കണ്ടാണ്. അവിടെ മലയാളികൾക്ക് അവിടെ പ്രവേശനമില്ല. ആ ബോട്ട് കൊണ്ട് കൊണ്ടിട്ട് അവിടെ കയറാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അത് എല്ലാം അപകടാവസ്ഥയിലാണെന്നുള്ളവരും അറിയാം. ചേട്ടൻ ശരിക്കും ദൃക്സാക്ഷിയാണ് ആ ഒരു സംഭവം കണ്ടത്. മുല്ലപ്പെരിയാറിന്റെ തകർച്ച വക്കീലാണെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതെ, ഞാൻ 2 ബോട്ട് ഇവിടുന്ന് കൊണ്ടുപോയതാണ് കൊച്ചിന്ന്. അപ്പൊ അതിന്റെ ഈ പങ്കയും ചുക്കായും ഒക്കെ സ്റ്റിയറിംഗിന്റെ ഇതിന്റെ ഒക്കെ വർക്ക് ഞങ്ങൾ ചെയ്താണ് പോയി. അതിന്റെ അവസ്ഥ ഭയങ്കര ഭീകരമാണോ? ഭീകരമാണ്. എത്ര വർഷം മുമ്പായിരുന്നു പോയി കണ്ടത്? ഞാനിപ്പോ പോയിട്ട് 3.5 വർഷം ആയിട്ടുണ്ട്. 3 വർഷം. അന്ന് ചേട്ടൻ അത് കണ്ടപ്പോഴേക്കും എന്താ തോന്നിയത്? എത്ര അധികം നീണ്ടു പോലും അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? പോകൂല, അത് എന്നുവെച്ചാൽ നല്ല കനിപ്പാണ് അത്. അപ്പൊ ചേട്ടനൊരു പേടി ഉണ്ടാവൂല അത് ഏതൊരു സമയത്ത് അത് തകർന്നു പോകാന്നുള്ളത്? ഞാൻ പോലും ഉണ്ടാവൂല, പോകൂടെ. ചേട്ടൻ മാത്രമല്ല, ഇന്ന് കേരളത്തിലുള്ള 40 ലക്ഷത്തിലധികം ആളുകളാണ് അതിന് ബലിയാടുകളാകാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ സർക്കാരിനോട് ചേട്ടൻ എന്താ പറയാനുള്ള? സർക്കാർ എത്രയും വേഗം അതിന്റെ ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ കേരളം ഇല്ലാതെയാവും. കേരളം ഇല്ലാണ്ടാവും.